ഹലോ ഫിനാൻസ് ആരും ഇതിൽ ഒരു ബന്ധമില്ല. എന്റെ വീട്ടിലെ സ്വർണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. നിങ്ങൾ KSFL ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചിയുടെ എന്റെ അമ്മയുടെ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിൽ പ്രതി സിന്ധുവിനെതിരെ കൂടുതൽ ആരോപണങ്ങളും പരാതികളും ഉയരുകയാണ്. സിന്ധു ഒരു ചെറിയ മീനല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഓരോ ദിവസം പോകുന്തോറും ഇവരുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് വിഴിഞ്ഞം സ്വർണ്ണപ്പണയ, അതായത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ അവരുടെ സുഹൃത്തായ സിന്ധുവിന് അവിടുത്തെ സ്വർണം നൽകുന്നു. സിന്ധു അത് വിൽക്കുന്നു, പറഞ്ഞ സമയത്ത് തിരിച്ചേൽപ്പിക്കുന്നില്ല. ഇതിനെ തുടർന്ന് ആ രണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം, ഈ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും പോലീസ് സംഘം സിന്ധുവിൻ്റെ വീട്ടിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ബിൽ ബുക്കും അടക്കം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രതി പിടിയിലായതറിഞ്ഞ് 10ഓളം പുതിയ പരാതികളാണ് സിന്ധുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിരിക്കുന്നത്. പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് വിവരങ്ങൾ, കോൾ ഡീറ്റെയിൽസ് എന്നിവ പരിശോധിക്കാനുള്ള നീക്കവും തുടങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞം പോലീസ്. പ്രതിക്കെതിരെ കോവളം പോലീസ് സ്റ്റേഷനിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതിന് 2 കേസും മലയൻകീഴ് സ്റ്റേഷനിൽ വഞ്ചനാക്കുറ്റത്തിനും കേസുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അതിനിടെ സിന്ധുവിനെതിരെ 6 കുടുംബങ്ങൾ കൂടി പരാതി നൽകി. സിന്ധു നേരത്തെ 3 കേസുകളിൽ പ്രതിയെന്നും പോലീസ് വ്യക്തമാക്കി. സിന്ധുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. അതേസമയം സ്വർണം പണയം വെച്ചവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ വായ്പ വാഗ്ദാനം ചെയ്യുന്ന സിന്ധുവിന്റെ ശബ്ദരേഖയടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ശബ്ദരേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടുവച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്നതടക്കമുള്ള കാര്യങ്ങൾ സിന്ധു പറയുന്നതായിട്ടാണ് ശബ്ദരേഖയിൽ വ്യക്തമാകുന്നത്. വസ്തു പണയം വെച്ചാൽ കൂടുതൽ പണം നൽകാമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. സ്വർണ്ണാഭരണങ്ങളുടെ ഉടമകളുടെ പേര് ഒഴിവാക്കിയാണ് ഇടപാട് നടത്തിയത്. പല ധനകാര്യ സ്ഥാപനങ്ങളുമായി സിന്ധുവിന് ബന്ധമുണ്ട്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതിരുന്ന സാധാരണക്കാരെ കണ്ടെത്തി വലയിലാക്കുകയായിരുന്നു സിന്ധു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പരാതിക്കാർക്ക് പലർക്കും സ്വർണം പണയം വെച്ചതിന്റെ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് വലിയ തിരിച്ചടിയായി അവർക്ക് മാറി. സിന്ധുവിനെതിരെ ഒരു നീക്കം നടത്താൻ അവർക്ക് സാധിക്കാത്തതും ഇതുകൊണ്ടാണ്. കടബാധ്യത കൂടിയതോടെ യുവതികൾക്ക് പിടിച്ചു നിൽക്കാനാകാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മരിച്ച 5 20 പവനും ഐശ്വര്യ 50 പവനുമാണ് പ്രതിക്ക് നൽകിയത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന സിന്ധുവിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഐശ്വര്യ സിന്ധുവിൻ്റെ വീട്ടിന് മുന്നിൽ പോയി നിന്ന് ഈ പണമിടപാടിനെ കുറിച്ച്, ഈ സ്വർണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു സിന്ധുവിൻ്റെ പുറത്തു വന്ന ശബ്ദരേഖയിലേക്കും ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഐശ്വര്യ സിന്ധുവിൻ്റെ വീട്ടിന് മുന്നിലെത്തി ഈ സ്വർണത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു ഓഡിയോയിലേക്കാണ്. ശേഷം സിന്ധുവിൻ്റെ ശബ്ദരേഖ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ശബ്ദരേഖകളിലേക്ക്. ഹലോ ഫിനാൻസ് ആരും ഇതിൽ ഒരു ബന്ധമില്ല. എന്റെ വീട്ടിലെ സ്വർണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. നിങ്ങൾ KSFL ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചിയുടെ എന്റെ അമ്മയുടെ ഞാൻ തന്നത് നിങ്ങൾക്ക്. എന്റെ ഫിനാൻസ് ഞാൻ പണയം വെച്ചിരുന്നതല്ലേ? നിങ്ങളെ പണയം വെച്ചിരുന്നത്. നിങ്ങൾ പണയം വെച്ച് നിങ്ങൾ KSFL കൊണ്ടുപോയി ചിട്ടി ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് മറന്നുപോയാ? എനിക്കൊരു മറുപടി പറ. എനിക്ക് തീരെ ഗതി കെട്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഈ രാവിലെ ഹലോ, എവിടെയുണ്ടടി? എത്ര മണിക്ക് ഇറങ്ങും ചിഞ്ചു? ഇതെന്തേലും പറയുമ്പോ അവിടെ കിടന്നു. ഞാൻ 9:30 ആകുമ്പോൾ അങ്ങോട്ട് വരാം. നീ അവിടെ കാണണേ. എനിക്കൊരു എന്തൊരു പേര്? അനീഷ. ഒരു അനീഷ് എന്ന് പറയുന്ന ഒരാളും പിന്നെ ഐശ്വര്യയൊക്കെ കൂടെ വന്നിരിക്കണേ. അപ്പം എനിക്ക് അവിടെ ഇരുന്ന് ഈ പണയങ്ങൾ ഇവരെടുത്ത ഡേറ്റുകൾ, ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ടുള്ളതെല്ലാം ഐശ്വര്യ എടുത്ത ഡേറ്റുകൾ ഇതെല്ലാം കൂടെ നീ പിന്നെ ഒന്ന് ലിസ്റ്റ് എടുത്തതാ. അവിടെ അങ്ങേരെ കാണൂലേ? അവിടെ നിന്ന് ഹലോ, പറഞ്ഞു. ആന്റി ഇന്ന് 15-ാം തീയതി ആയ ആന്റി എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക്? ഒന്നും വന്നില്ല. അതിൻ്റെ കഴിയും. 2 പേര് വന്ന് നോക്കിയിട്ടൊക്കെ പോയി. ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റും. 15-ാം തീയതി ആയിട്ട് വയ്യ, എനിക്ക് കല്ലില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഈ വരണതും ആൾക്കാരെ വിളിച്ചോണ്ട് വരണതും. എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കയറി ഇറങ്ങി വരണത്. നമ്മളെ അവസ്ഥ അത്. പൈസ വേണ്ട രീതിയിലല്ല നമ്മളെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലൈവ് ആയാലേ എനിക്ക് കാണിക്കാം.
അതൊക്കെ ഏതെങ്കിലും ലൈവ് ആയാലും എനിക്ക് ബാക്കി കാര്യമില്ല. ശരിയല്ല ആന്റി, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം നമുക്ക് നിക്കക്കള്ളിയില്ല ആന്റി. നിങ്ങളെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. സത്യം നമുക്ക് നിങ്ങൾ അറിയാലോ, നിങ്ങളുടെ ജീവിതത്തിന്റെ പകുതി വരെ ആയി. സത്യമാണ്, എനിക്ക് വയ്യ. നമ്മൾ പല മാർഗങ്ങളും നോക്കണം സത്യം പറഞ്ഞു. കാരണം നമ്മൾ ജീവിക്കാനുള്ള കൊതി കൊണ്ടിട്ടാണ് ഈ പല മാർഗങ്ങളും നോക്കണത്. എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് പൈസയെങ്കിലും ഇപ്പൊ സത്യം കടക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് നിവർത്തിയില്ല. കടക്കാരെ കൊണ്ട് കൊടുത്ത് വയ്യ. എല്ലാവർക്കും അത്രയായിട്ട് തളർന്നിരിക്കണം. ആ കൊച്ചിനൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവളെ കൊണ്ട് നിവർത്തിയില്ല. അവളിന്ന് എന്നെ വിളിച്ച് എന്തോരം കരഞ്ഞെന്നറിയാം. കാരണം അവളെ കൊടുക്കാനേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും. കാരണം അവൾ അത്രയ്ക്ക് കടം വാങ്ങിച്ചിട്ട് അവളെ കയ്യിൽ കൊച്ചിനൊരു മുട്ടായി വാങ്ങാനുള്ള പൈസ പോലും അവളില്ല. അവളങ്ങനെ അവളെ പറഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളെ കൊച്ചിനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. ശമ്പളം കിട്ടണില്ല. ശമ്പളം തരണ എങ്ങനെ? ജിഞ്ചേച്ചിക്ക് തന്നെ പൈസ കൊടുക്കാറുണ്ട്. അപ്പൊ ജിഞ്ചേച്ചി എങ്ങനെ ശമ്പളം തരണത്? അത് ചോദിക്കാൻ പറ്റുമോ? ഒന്നും പറ്റിയൊന്നുമില്ല. ഞാൻ നിവർത്തിയോടുണ്ട് ചോദിക്കണാണ്ടി. എന്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിക്കാണ്ട്. സത്യമായിട്ട് വയ്യ നമ്മളെ കൊണ്ട്. എത്ര ലക്ഷം രൂപ കടം വാങ്ങിച്ചിരിക്കണം അറിയാമോ? അതേസമയം കടബാധ്യത കൂടിയതോടെ യുവതികൾക്ക് പിടിച്ചു നിൽക്കാനാകാതെയാണ് അവർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത്. പിന്നാലെയാണ് സിന്ധു കുടുങ്ങുന്ന സാഹചര്യമുണ്ട്. ഇവരുടെ സുഹൃത്ത് സിന്ധു കുടുങ്ങുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ 30-ന് ഇരുവരും ഐശ്വര്യയും അഞ്ജുവും ചേർന്ന് തിയേറ്റർ ജംഗ്ഷനിലെ കടയിൽ നിന്ന് ശീതളപാനീയം വാങ്ങി കോവളം ആവാടുതുറ ബീച്ചിലെത്തിയാണ് വിഷം കലർത്തി കഴിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ അറസ്റ്റിലായ വെങ്ങാനൂർ പനങ്ങോട് സ്വദേശി സിന്ധുകുമാരുടെ ചതിയിൽപ്പെട്ടാണ് മറ്റു മാർഗങ്ങളില്ലാതെ ജീവൻ ഒടുക്കിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ ഇവർ വ്യക്തമാക്കിയിരുന്നു. ജീവൻ ഒടുക്കുന്നതിന് ഒരാഴ്ച മുൻപ് യുവതികൾ സിന്ധുവിനെ കണ്ട് സ്വർണം തിരികെ ചോദിച്ചിരുന്നു. എന്നാൽ സ്വർണം തന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്നും തിരികെ തരില്ലെന്നുമായിരുന്നു സിന്ധുവിന്റെ മറുപടി. മരിക്കുകയല്ലാതെ മറ്റ് വഴിയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ പോയി ചാകാൻ സിന്ധു പറഞ്ഞുവെന്നും യുവതികളുടെ ബന്ധുക്കൾ പറയുന്നു. ഇതോടെ നിരാശരായ യുവതികൾ ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഐശ്വര്യയുടെ ബന്ധുവിന്റെ വീട്ടിലെത്തി 300 രൂപ കടം വാങ്ങിയാണ് വിഷം വാങ്ങിച്ചത്. ആദ്യം മരിച്ച അഞ്ജു തനിക്ക് വയറുവേദനയാണെന്നും ഭക്ഷ്യവിഷബാധയാണോ എന്ന് സംശയമുണ്ടെന്നും വീട്ടുകാരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അഞ്ജുവിന് ചികിത്സ കിട്ടാൻ വൈകി. നില ഗുരുതരമായി ഞായറാഴ്ച മരണം സംഭവിച്ചു. ഗുരുതരാവസ്ഥയിൽ തുടർന്ന് ഐശ്വര്യ വിഷം കഴിച്ച വിവരം വൈകിയാണ് ബന്ധുക്കളോട് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയാണ് ഐശ്വര്യ മരിച്ചത്. പ്രതിയായ സിന്ധുവിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടതോടെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് സമാനമായ നിരവധി പരാതികളാണ് വിഴിഞ്ഞം പോലീസിന് കിട്ടിയത്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള സിന്ധു തട്ടിയെടുക്കുന്ന സ്വർണം വിറ്റ് കിട്ടുന്ന പണം വിനിയോഗിച്ച് ആഡംബര ജീവിതമാണ് നയിച്ചത്. ഇതുവരെ 12 പരാതികളാണ് ഇവർക്കെതിരെ കിട്ടിയത്. 100 പവനിലധികം തട്ടിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇതിനു പിന്നിൽ ഏതെങ്കിലും റാക്കറ്റ് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും സംശയിക്കുന്നുണ്ട്. അഞ്ജുവും ഐശ്വര്യയും ജോലി ചെയ്തിരുന്ന പണമിടപാട് സ്ഥാപനത്തിൽ സ്ഥിരമായി എത്തി പരിചയപ്പെട്ട് വിശ്വാസ്യത നേടിയാണ് സിന്ധു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിൽ പണയം വയ്ക്കുന്ന സ്വർണം കുറഞ്ഞ പലിശയ്ക്ക് KSFEയിൽ പണയം വയ്ക്കാമെന്ന് വാഗ്ദാനം നൽകി വാങ്ങി വിൽക്കുകയായിരുന്നു പതിവ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.